ഹായ്, നമുക്കിന്ന് SDF ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്താണെന്നല്ലേ SDF? സോയ ഡ്രൈ ഫ്രൈ. അതിനായിട്ട് വേണ്ടത് കുറച്ച് സവാള, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 10 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെള്ളം മൊത്തം മാറ്റി പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സ് ആണ് കേട്ടോ ഇതിലെ മെയിൻ താരം. മസാലക്കൂട്ടിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർത്ത് മാറ്റി വയ്ക്കാം. ശേഷം എണ്ണയിലേക്ക് വറ്റൽമുളക് ഒരു 5-6 എണ്ണം വറുത്ത് കോരുക. ആ എണ്ണയിലേക്ക് തന്നെ സവാളയും ക്യാപ്സിക്കവും ഇട്ട് നല്ലവണ്ണം വഴറ്റി ഒന്ന് നിറം മാറി വരുന്ന സവാളയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടും ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ പിടിച്ച് എണ്ണ അതിൽ നിന്ന് മാറി വരുമ്പോൾ ആ മാറി വന്ന എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങയൊന്ന് വറുത്ത് വരുന്ന കൊണ്ട് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വറ്റൽമുളകിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലവണ്ണം അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ കുരു വേസ്റ്റായി പോവാതിരിക്കാൻ അതും കൂടെ ഞാൻ ഈ അരപ്പിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയും വെന്ത് സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുക. ശേഷം വെള്ളം മാക്സിമം മാറ്റിയ സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് നേരത്തേക്ക് ചെറു തീയിൽ ഈ മസാല പിടിക്കാനായി അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ച് നല്ലവണ്ണം സോയാ ചങ്ക്സ് വഴറ്റിയെടുക്കുക. മസാല മൊത്തം സോയാ ചങ്ക്സ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സോയ ഡ്രൈ ഫ്രൈ റെഡി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ.